മക്കളെ, ഇന്ന് നിങ്ങളുടെ ഫിസിക്സ് എക്സാം കഴിഞ്ഞു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആദ്യം നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ മാത്സ് ആയിരിക്കും. കാരണം മോഡൽ എക്സാം മാത്സ് വളരെ ടഫായിരുന്നു. +2കാരുടെ മാത്സ് പബ്ലിക് എക്സാം വളരെ ടഫായിരുന്നു. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം മുതലേ മാത്സ് ടഫാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പബ്ലിക് എക്സാം ടഫാകുമെന്ന് വിചാരിച്ച് മാത്രം പഠിക്കുക. ചിലപ്പോൾ എങ്ങാനും ഈസി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ, ഈസി ആവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. എങ്ങാനും എക്സാം ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ ആണ് പറഞ്ഞു തരുന്നത്. നമ്മൾ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പുകൾ കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഇതിന്റെ മുമ്പായിട്ട് 1-2 വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് NCERT ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മോഡൽ എക്സാം നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് പുതിയ ടൈപ്പ് ചോദ്യങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് PYQൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റില്ല. ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഈസ് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ചെയ്ത് പഠിച്ച ഒരാളാണെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അത് നമ്മൾ നാളേക്കൊന്നും കാത്തിരിക്കുന്നില്ല. ഫിസിക്സ് എക്സാം കഴിഞ്ഞു, നോ റെസ്റ്റിംഗ് ടൈം. നമ്മൾ ഇതാ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് രാത്രി 7 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുക. ട്രിഗണോമെട്രി, കോംപ്ലക്സ്, അതേപോലെ തന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്, പിന്നെ സെറ്റും. 4 ചാപ്റ്റേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്യും. ഇന്ന് പാർട്ട് 1 ആണ്. നമ്മൾ കംപ്ലീറ്റ് മാത്സ് ഇന്നും നാളെ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കും. നാളെ പാർട്ട് 2. പാർട്ട് 2 പിന്നെ ബാക്കി വരുന്ന 10 ചാപ്റ്റേഴ്സ്, ട്രിഗണോമെട്രി, കോംപ്ലക്സ്, ലിമിറ്റ്, സെറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി 10 ചാപ്റ്റേഴ്സ് നാളെ രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു രാത്രി 8 മണിയാകുമ്പോഴേക്ക് തീർക്കുന്ന രീതിയിലായിരിക്കും ഷെഡ്യൂൾ ചെയ്യുക. സോ 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി 10 ചാപ്റ്റേഴ്സും വളരെ അടിപൊളിയായിട്ട് പഠിക്കും. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് 2 ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അടുത്ത ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ 24-ാം തീയതി ചൊവ്വാഴ്ചയല്ലേ, 25-ാം തീയതി അതായത് 25 വെനസ്ഡേ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കിഡിലൻ ലൈവ്, നിങ്ങൾ ഇതുവരെ കാണാത്ത പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈവ്, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 മണിക്കാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അവിടെയും നമ്മൾ ചോദ്യങ്ങൾ ചെയ്യും. ഈ 2 ലൈവുകളിലും ചെയ്യാത്ത പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ 25-ാം തീയതി 3 മണിക്ക് ഡിസ്കസ് ചെയ്യും. ആ 25-ാം തീയതി 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും അന്ന് തന്നെ, അതായത് എല്ലാ ചാപ്റ്റേഴ്സിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിടിലൻ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും അവസാനിപ്പിക്കുക. കാരണം എക്സാം എങ്ങനെ ടഫ് ആകുകയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ലൈവ് ഉണ്ടാവുക. ഇനി 26-ാം തീയതി നിങ്ങളുടെ എക്സാമിന്റെ തലേ ദിവസം, തേഴ്സ്ഡേ ആണ് നിങ്ങളുടെ എക്സാമിന്റെ തലേ ദിവസം. 26-ാം തീയതി നമ്മൾ സാധാരണ ഉണ്ടാകാറുള്ളത് പോലെ തന്നെ എക്സാമിന്റെ തലേന്നുള്ള ഒരു മാരത്തൺ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ലൈവിൽ ഡിസ്കസ് ചെയ്യാം 26-ാം തീയതി. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വെറുതെ ഒരാൾ തലയിൽ നിന്നല്ല, തലേ ദിവസം വന്ന് ലൈവ് കാണാതെ ഇത്രയും ദിവസം കൃത്യമായിട്ട് ഫോളോ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയുള്ള ലൈവ് ആയിരിക്കും 26-ാം തീയതി വരുന്നത്. ആൻഡ് 27-ാം തീയതി ഫ്രൈഡേ ആണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ഈ എക്സാം ഡേയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചോ, ഈ എക്സാം ഡേയിൽ രാവിലെ 7 മണിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റോക്കറ്റ് റിവിഷനും കഴിഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാം പഠിച്ചു എന്നുള്ള ആ ഒരു കോൺഫിഡൻസോടുകൂടി എക്സാമിന് പോകാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, നിങ്ങളുടെ എക്സാം ടഫ് ആകും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ടഫ് ആകട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളും പഠിക്കണം. അപ്പം നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റും. നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും പ്രശ്നമായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് സോൾവ് ചെയ്ത് പഠിക്കുക, ലൈവുകൾ ഫോളോ ചെയ്യുക, ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ചെയ്ത് തന്നെ പഠിക്കണം. നല്ല മാർക്ക് നമുക്ക് മാത്സ് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാം ടഫ് ആവട്ടെ, ടഫ് ആയാലും നമ്മൾ കീഴടക്കും. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് കാണാം. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് മുതൽ നമുക്ക് തുടങ്ങാം. അപ്പം എല്ലാവരും ലൈവിലെത്തുക.